മലയാളിക്ക് ഓണത്തിന് ഒഴിവാക്കാനാവാത്ത വിഭവങ്ങളാണ് കായ വറുത്തതും ശർക്കര വരട്ടിയും. ഓണസദ്യയിൽ മാത്രമല്ല, ഓണാഘോഷങ്ങളിലും ബന്ധുവീടുകളിലേക്കുള്ള ഓണം കൊണ്ടുപോകലുകളിലുമൊക്കെ വിശിഷ്ട സാന്നിധ്യമാണ് കായ വറുത്തതും ശർക്കര വരട്ടിയും. അതുകൊണ്ട് തന്നെ കായവറ ഉൽപ്പന്ന വിപണി ഓണത്തിന് ആഴ്ചകൾക്ക് മുൻപേ സജീവമാകാറുണ്ട്. ഗുണമേന്മയുള്ള നേന്ത്രക്കായ തൊലി കളഞ്ഞരിഞ്ഞ് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തും മധുരം ചാലിച്ച മാവിൽ വരട്ടിയെടുത്തുമാണ് കായ വറുത്തതും ശർക്കര വരട്ടിയും മറ്റിനങ്ങളായ 4 നുറുക്കുപ്പേരിയും പഴം വറുത്തതും ഉണ്ടാക്കുന്നത്. നേന്ത്രക്കായയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കൂടുതലാണെങ്കിലും ഉപ്പേരി വിപണിയെ അത് ബാധിച്ചിട്ടില്ല. കിലോയ്ക്ക് 320 രൂപ മുതൽ 420 രൂപ വരെയാണ് വില. പണ്ടൊക്കെ ഓണക്കാലത്ത് വീടുകളിൽ ഉപ്പേരി ഉണ്ടാക്കാൻ മാത്രം പ്രത്യേകമായി നേന്ത്രക്കുലകൾ വാങ്ങിയിരുന്നു. ഇപ്പോൾ വീടുകളിലെ കായവറുക്കലിൻ്റെ ആവേശം ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മയായി മാറി. മറ്റു പല വിഭവങ്ങൾക്കുമെന്ന പോലെ വിപണി തന്നെയാണ് ഇപ്പോൾ ഉപ്പേരി വറവ് വിഭവങ്ങൾക്കും ആശ്രയം. കുടുംബശ്രീ അയൽക്കൂട്ട കൂട്ടായ്മകൾ, വനിതാ സംരംഭകർ തുടങ്ങി വിവിധ കൂട്ടായ്മകളും വ്യക്തികളും ഈ രംഗത്തുണ്ട്. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കായവറവ് വിഭവങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണെന്ന് വിൽപ്പനക്കാർ പറയുന്നു. എല്ലാ വർഷത്തേക്കാളും കൂടുതൽ ഓണത്തിന് എല്ലാ കോവിഡും മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രളയമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെ വരുന്നുണ്ട്. എല്ലാ വർഷത്തേക്കാളും ഈ പ്രാവശ്യം കസ്റ്റമേഴ്സ് ഒന്നും കൂടി നേരത്തെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വിചാരിച്ചേക്കാളും ബിസിനസ് തന്നെയാണ് ഈ വർഷം കിട്ടുന്നത്. വില കൂടുതലുണ്ട്, ആ ഒരു സീസണബിൾ പ്രൊഡക്റ്റ് ആണല്ലോ ആ കായ്ക്ക്. അത് എന്തായാലും എല്ലാ വർഷവും തന്നെ ഈ ടൈം ആകുമ്പോൾ ഒരു ഇത്തിരി വില കർഷകർക്കും ഇതുകൊണ്ടൊരു ഉപകാരമാണല്ലോ. എന്തായാലും എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഊണുമേശയിൽ എത്ര വിഭവം നിരന്നാലും ശീലങ്ങൾ എത്ര മാറിയാലും ഓണത്തിൻ്റെ രുചിയും മാധുര്യവും പകരുന്ന കായ വറുത്തതും ശർക്കര വരട്ടിയും മലയാളിക്ക് എപ്പോഴും പ്രിയങ്കരങ്ങളാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV.